ഏറ്റവും കൗതുകകരമായൊരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. INTUCയും CITയും സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാത്ത ഈ സമരം യഥാർത്ഥത്തിൽ അത് മുന്നോട്ട് വയ്ക്കുന്നൊരു രാഷ്ട്രീയത്തെ കൂടി ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ കരുതുന്നത്. ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ ആവശ്യം ന്യായമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതെന്തുകൊണ്ടാണ് CITയും INTUCയും ആ സമരത്തിൽ ഒരുമിച്ച് ഇവർക്കൊപ്പം ചേരാത്തത് എന്നാണ് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ വിഷയത്തിൻ്റെ സമരത്തിലെ മുദ്രാവാക്യങ്ങൾ ഏകപക്ഷീയമായി പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഇതാദ്യം മുതൽ ഞാൻ എടുത്തിരിക്കുന്ന എൻ്റെ നിലപാടാണ്. ആ നിലപാട് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ സ്മൃതി പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങാം. INTUC വരണ്ടെങ്കിൽ വരണ്ടെന്നേ. ശരി, INTUCക്ക് പകരം ആരാണ് SUCയുടെ ഈ സമരത്തെ പിന്തുണ ചെയ്യുന്നത് എന്ന് നോക്കൂ. BMS ആണ്. ഭാരതീയ മസ്ദൂർ സംഘ് എന്ന് പറയുന്ന സംഘടനയാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP എന്ന പാർട്ടിയുടെ സംഘടനയാണ് SUCക്കൊപ്പം ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ. BMS 4-ാം തീയതി 4/3/2025 വീണാ ജോർജിന് കൊടുത്തിരിക്കുന്ന ഒരു കത്തിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ഇടയിലുള്ള ദ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് ലെഡ് ബൈ BMS വിൽ ബി കമ്പൽഡ് ടു ഗോ ഓൺ ആൻ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് SUCയുടെ സമരപ്പന്തൽ വരുന്നത്. ഈ SUCയുടെ സമരപ്പന്തലിൽ അഥവാ SUCയെ BMSൻ്റെ സമരപ്പന്തലിൽ വന്നത് കേന്ദ്രമന്ത്രി അവർക്ക് ഇൻസെൻറ്റീവ് കൂട്ടിക്കൊടുക്കുന്നത് ഓഫർ ചെയ്യാനായിരുന്നില്ല. പകരം അവിടെ BMSൻ്റെ തൊഴിലാളികളിൽ ഈ സംഘടനയിലേക്ക് പ്രവർത്തകരെ കൂടി ക്യാമ്പയിൻ ചെയ്യാനായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം. ഈ രാഷ്ട്രീയം നമ്മൾ കാണാതെ പോകരുത്. എന്നാൽ അതേസമയം അവരുടെ ആവശ്യം ന്യായമാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, കേരളത്തിൽ ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള തുക ഈ ആശാ വർക്കർമാരുടെ ഒണേറിയം പ്ലസ് ഇൻസെൻറ്റീവിൽ നിന്ന് കിട്ടുന്നില്ല. നമ്മുടെ മുന്നിൽ ചില കണക്കുകളുണ്ടല്ലോ. ഇന്നിപ്പോൾ നിരാഹാരം അനുഷ്ഠിക്കുന്ന തങ്കമണിയുടെയും ഷീജ ആറിൻ്റെയും ബിന്ദുവിൻ്റെയും കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ബിന്ദുവിൻ്റെ കണക്ക് എൻ്റെ കയ്യിലില്ല. കാര്യം ബിന്ദു ആശാ വർക്കർ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരൊരു SUCയുടെ നേതാവ് മാത്രമാണ്. പക്ഷേ ഒരു നേതാവിന് ഒരു ട്രേഡ് യൂണിയൻ്റെ അമരത്തിരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അക്കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായവുമില്ല. ഇനി ഷീജയിലേക്ക് വന്നാൽ, പുതുക്കുറിച്ചി FHSയുടെ പരിധിയിൽ വരുന്ന ഈ ആശാ വർക്കറുടെ ഒണേറിയമായി 7,000 രൂപയും ഇൻസെൻറ്റീവായി ലഭിക്കുന്നത് 3,260. അത് ഇൻസെൻറ്റീവ് 2,204 കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം. മൊത്തം അവർക്ക് ലഭിക്കുന്നത് 12,260 രൂപയാണ്. അതായത് ഇന്ന് ഇപ്പോൾ നിരാഹാരം അനുഷ്ഠിക്കുന്ന ഷീജ ആറിന് ലഭിക്കുന്ന ഒണറിയം പ്ലസ് ഇൻസെൻറ്റീവായി ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ച 12,260 രൂപയിൽ കേരളം 9,104 രൂപയും കേന്ദ്രം 3,156 രൂപയും നൽകുന്നുണ്ട് എന്നതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ഇവിടെ ഈ പണം പോരാ എന്നതാണ് എൻ്റെ ടേക്ക്. കാരണം 12,000 രൂപ കൊണ്ട് കേരളത്തിൽ, അതായത് ശരാശരി 420 രൂപ കൊണ്ട് അല്ലെങ്കിൽ 400 രൂപ കൊണ്ട് ഒരു ദിവസം ഒരു മനുഷ്യന് കഴിയാൻ സാധ്യമല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ചോദ്യം, അതവർക്ക് കിട്ടുന്നത് ശമ്പളമായിട്ടാണോ ഒണേറിയം ഇൻസെൻറ്റീവായിട്ടാണോ എന്നൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കണം. അപ്പോൾ ഒണേറിയം ആൻഡ് ഇൻസെൻറ്റീവാണ് എന്ന് പറയുമ്പോൾ മറ്റു ജോലികൾ ചെയ്യുന്നതിന് അവർക്ക് തടസ്സമുണ്ടോ എന്നതാണ് ചോദ്യം. വീണ ജോർജ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തൊഴിലുറപ്പടക്കമുള്ള പദ്ധതികളിൽ അവർക്ക് പണിയെടുക്കുന്നതിന് തടസ്സമില്ല എന്നാണ്. ഇതൊരു ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ആയിട്ട് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ കാണുന്നില്ല. കാരണം ഇതൊരു സെൻട്രൽ സ്കീമാണ്. ആ സെൻട്രൽ സ്കീമിൽ ആശാ വർക്കർമാരെ വോളണ്ടിയർമാരായിട്ടാണ് കണക്കാക്കുന്നതെന്ന് അശ്വിനി കുമാർ 2019 തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ സ്കീമിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം വിചാരിച്ചാൽ ഇവരെ തൊഴിലാളികളാക്കി മാറ്റി അവരെ സംസ്ഥാന വേജ് ബോർഡിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമോ? കഴിയില്ല എന്നതാണ് വസ്തുത. വസ്തുത അങ്ങനെ ഇരിക്കെ തൊഴിലാളികളാണ് എന്ന പരിഗണനയിലേക്ക് അവരെ മാറ്റേണ്ടതില്ല എന്നത് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക? അപ്പോൾ ഇവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഞാൻ കരുതുന്നു. ഇവരെ അടിസ്ഥാന തൊഴിലാളികളായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അവരെ കേരളത്തിലെ മിനിമം വേജസ് ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും. 700 രൂപ അവർക്ക് പ്രതിദിനം അവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലുണ്ടാകും. കേരളത്തിൽ പണിയെടുക്കുന്ന അസംഘടിത തൊഴിലാളി വർഗത്തിന് ഒരു ദിവസം 700 രൂപ വേജസ് ആക്ടിൻ്റെ പരിധിയിൽ കൊടുക്കുമ്പോൾ അവരെ വേജസ് ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള സാങ്കേതിക തടസ്സം അവർ വേജസ് ആക്ടിൻ്റെ പരിധിയിൽപ്പെടുന്ന എംപ്ലോയീസ് അല്ല എന്നുള്ളതാണ്. അവരെ സ്കീം വർക്കേഴ്സ് എന്ന പരിഗണനയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൻ്റെ സ്കീമിൽ അവരെ എന്തുകൊണ്ടാണ് തൊഴിലാളികളെ പ്രഖ്യാപിക്കാത്തത് എന്ന ചോദ്യം എന്തുകൊണ്ട് ഉയരുന്നില്ല? ദാറ്റ് ഈസ് നമ്പർ 1 ക്വസ്റ്റ്യൻ. ഈ ചോദ്യം എന്തുകൊണ്ടാണ് സമരക്കാർ ഉന്നയിക്കാത്തത്? കാരണം അവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച SUC BMS സമരം എന്ന നിലയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും, അതിനെ കാണേണ്ടി വരും. കേരളത്തിലൊരു വലിയ നന്ദിഗ്രാം പ്രതീക്ഷിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇതിൽ രേഖാ ശർമ്മ തന്നെ രാജ്യസഭയിൽ ചോദിച്ച ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യം ഞാനൊന്ന് പറയാം. എന്താണ് രേഖാ ശർമ്മ, BJP MP അല്ലേ, രാജ്യസഭയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഏതെങ്കിലും സംസ്ഥാനത്തിനെതിരെയാണോ രേഖാ ശർമ്മ പറഞ്ഞത്? ഐ അർജ് ദ ഗവൺമെന്റ് ടു ടേക്ക് ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് ടു അഡ്രസ് ദ ലോങ് സ്റ്റാൻഡിംഗ് ഇഷ്യൂ. Asha workers must be provided with a fixed monthly salary in addition to their incentives. പറഞ്ഞത് ഏതെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരെയല്ല, പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിനോട്. പറയുന്നയാളുടെ പേര് BJPയുടെ ഹരിയാന MP ആയ രേഖാ ശർമ്മ.
അപ്പോൾ രേഖാ ശർമ്മയ്ക്ക് ബോധ്യപ്പെടുന്നത് കേരളത്തിലെ കേന്ദ്രമന്ത്രിക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ, കേരളത്തിലെ BMSUവിൻ്റെയും SUCയുടെയും സമരത്തിന് INTUCയുടെ പിന്തുണയില്ലാത്ത സമരത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിക്കുന്ന പ്രതിപക്ഷ നേതാവിന് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ എന്തു പറയാനാണ് എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഇതിൽ അവരുടെ ആവശ്യം ന്യായമാണ്. പക്ഷേ ആവശ്യത്തോടൊപ്പം ഞാൻ പറയുന്നു, ഇവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം ഇവരുടെ ആവശ്യം മീറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓരോ സംസ്ഥാനങ്ങളിലും ഇത് കേരളത്തിന് മാത്രം പ്രശ്നമല്ലെന്നേ, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെയും തൊഴിലാളികളുടെ ഈ ആശാ വർക്കർമാരുടെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ തീരുമാനമുണ്ടാവണം. അതിനർത്ഥം കേരളം ഒണേറിയത്തിൽ 1000-ഓ 2000-ഓ കൂട്ടരുത് എന്നല്ല, അത് കൂട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ കൂട്ടിയ ചരിത്രമുണ്ട്. 1000-ൽ നിന്ന് 7000 രൂപയായി ഒണേറിയം പടിപടിയായി വർദ്ധിപ്പിച്ചു. പക്ഷേ നോക്കൂ, 21,000 എന്ന ഒരു തുകയിലേക്ക് 3 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കണം, അതും തൊഴിലാളികളായി പ്രഖ്യാപിക്കാതിരിക്കുന്ന ഈ ആശാ വർക്കർമാരെ എന്ന് പറയുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, നേരത്തെ അണ്ണാ ഹസാരെയുടെ മോഡലിൽ ഡൽഹിയിൽ നമ്മൾ കണ്ട ഒരു ക്യാമ്പയിനുണ്ട്. ആ ക്യാമ്പയിൻ തുടങ്ങിയത് വലിയ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു വലിയ മുദ്രാവാക്യവുമായിട്ടാണ്. അതിൻ്റെ ആനുകൂല്യം ഒടുവിൽ ലഭിച്ചതാർക്കാണ്? ആ ആനുകൂല്യം കൊണ്ടുപോയത് BJP ആണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് അണ്ണാ ഹസാരെ മോഡൽ ക്യാമ്പയിനിലേക്ക് ഈ ആശാസമരം വഴിമാറുന്നുണ്ടോ എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നതല്ലേ. കാരണം അതിനു പിന്നിൽ SUCയും ഏതു സർക്കാരാണോ തീരുമാനമെടുക്കേണ്ടത് ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മുഖ്യ പാർട്ടിയുടെ ട്രേഡ് യൂണിയനായ BMS ആ SUCയ്ക്ക് പിന്തുണയും പ്രഖ്യാപിച്ച് ആ സമരത്തിന് വരികയും INTUC ഇത് തൊഴിലാളികളെ ഒറ്റിക്കൊടുക്കുന്ന സമരമാണെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ INTUC തൊഴിലാളികളെ ഒറ്റിക്കൊടുക്കുന്ന ഒരു സമരമാണ് എന്ന് പറയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഞാനിത് സംശയിക്കുന്നത്. സ്വാഭാവികമായും ആ സംശയം അസ്ഥാനത്തല്ലെന്ന് കരുതുന്നു. കാര്യം അതിന് പിന്നിൽ രാഷ്ട്രീയം അതുതന്നെയാണ്. അതിലേതെങ്കിലും തരത്തിൽ ഞാൻ നിർത്തിയിട്ട് പറയാം ഒരു നിമിഷം. അതിനേതെങ്കിലും തരത്തിൽ ഒരാത്മാർത്ഥതയുണ്ടെങ്കിൽ ആ തൊഴിലാളികളായി ഇവരെ അംഗീകരിക്കുക എന്നുള്ളൊരു മുദ്രാവാക്യം ഉയരണം എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ആ മുദ്രാവാക്യം ഉയരുന്ന ഘട്ടത്തിൽ മാത്രമാണ് ആ സമരത്തിന് രാഷ്ട്രീയമായൊരു അർത്ഥമുണ്ടാവുക. അതല്ലെങ്കിൽ അത് കേവലം കേരളത്തിലെ സർക്കാരിനെതിരെ നടത്തുന്ന ഒരു സമരമായി മാത്രം അത് മാറും. ആ അർത്ഥത്തിൽ അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. കാര്യം ഒരു വലിയ കോണ്ടെക്സ്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന സംസ്ഥാന വിഹിതത്തിൽ 90,000 കോടിയുടെ നഷ്ടം വരുത്തുന്ന അല്ലെങ്കിൽ കുറവ് വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ നിന്നുകൊണ്ട് ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഉണരുകയും കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് കൊടുത്തുകൂടെ എന്ന ലളിതമായ നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം അത്ര നിഷ്കളങ്കമല്ല എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.